ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് ധനം വരും, സമ്പത്ത് വരും, ജീവിതം രക്ഷപ്പെടും. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. ഏതൊരാൾക്കും ലളിതമായി ചെയ്യാവുന്ന കാര്യമാണ്. ചെയ്തവർക്ക് ഫലമുണ്ടായ കാര്യമാണ്. പല ജീവിതങ്ങളും മാറിയ കാര്യമാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന ദിവസം ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ്. ചെയ്തു നോക്കുക. ജീവിതത്തിൽ പെട്ടെന്ന് ധനം, സമ്പത്ത്, അഭിവൃദ്ധി ഒക്കെ ഉണ്ടാകുന്ന കാര്യമാണ്. ഞാനത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും ഫ്രീ ആകുന്നതനുസരിച്ച് വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഇതെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ എടുക്കാത്തത്. അപ്പം ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം. എന്താണ് ചെയ്യേണ്ടത്? ജീവിതത്തിലേക്ക് പെട്ടെന്ന് ധനം, സമ്പത്തൊക്കെ വരുവാനും പെട്ടെന്ന് ജീവിതം മാറാനും ഭദ്രകാളിയമ്മയുടെ ഒരു കാര്യമാണ്. എന്നാൽ ലളിതമായ കാര്യമാണ്, ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ജീവിതം അത് മാറ്റുമെന്നുള്ളതാണ്. അതായത് വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളി അമ്മയ്ക്ക് കുങ്കുമാർച്ചന അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് പറയാനുണ്ടായ സാഹചര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞുതരാം. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യണം കുങ്കുമാർച്ചന. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. ഇല്ലെങ്കിൽ ഉള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യുക. ഇനി കുങ്കുമാർച്ചനയുടെ കൂടെ ഒരു കടുംപായസവും കൂടെ കൊടുത്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ഈ കുങ്കുമാർച്ചനയ്ക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. കുങ്കുമാർച്ചന എന്ന് പറഞ്ഞാൽ ശാപദോഷം മാറും, സാമ്പത്തികം വരും, പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറും. അതാണ് കുങ്കുമാർച്ചനയുടെ ഒരു പ്രത്യേകത. ഇനി അതിൻ്റെ കൂടെ കടുംപായസവും കൂടെ കൊടുത്താൽ വളരെ പെട്ടെന്നൊരു മാറ്റത്തിലേക്ക് വരും. കടുംപായസം അമ്മയുടെ ഇഷ്ടനിവേദ്യം, ഭദ്രകാളി അമ്മയുടെ ഇഷ്ടനിവേദ്യം കൊടുത്താൽ പെട്ടെന്നാണ് അമ്മ പ്രസാദിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുത്ത് തന്നെ ചെയ്തവർ കൃത്യമായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിത് പറയാൻ കാര്യം. കാരണം ഇന്ന് ഞാൻ ഒരാളെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഏകദേശം അടുത്ത് താമസിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല. എന്നാലും അവർ വന്നപ്പോൾ ഞാനത് നോക്കിയായിരുന്നു. കാരണം അടുത്ത് താമസിക്കുന്നവരായതുകൊണ്ട് ഞാനത് നോക്കിയായിരുന്നു. കാരണം അല്ലെങ്കിൽ നമുക്ക് സമയമില്ല, വാട്സപ്പിലാണ് വർക്ക് മുഴുവൻ, നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല. അപ്പോഴേ അവരൊരു വാഹനം എടുക്കാൻ പോവുകയാണ് എന്നോട് പറഞ്ഞു. അപ്പം വണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഓടാൻ വേണ്ടിയാണ്, ഈ ടാക്സി ആയിട്ട്. അപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് ഇവിടെ വന്ന് ഇവിടെയാണ് ഇരുന്നത്. ഭഗവാന്റെ മുന്നിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാം ഭഗവാൻ സാക്ഷിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. എൻ്റെ മുന്നിൽ ഇരുന്ന് അവർ പറഞ്ഞു വൈഫിൻ്റെ സ്വർണം വെച്ചാണ് എടുക്കുന്നത്. അപ്പം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ഈ വണ്ടി എടുക്കുന്നത്, ആ വണ്ടി ഓടി കുറച്ച് അവർക്കൊരു രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചു വണ്ടി എടുക്കാൻ പറ്റിയ സമയമാണോ? എനിക്ക് സത്യസന്ധമായിട്ട് തോന്നിയ മറുപടി ഞാൻ പറഞ്ഞു, നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം വണ്ടി എടുക്കാൻ പറ്റിയ സമയമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു പുള്ളിക്കാരന് എന്നെ മാത്രം വിശ്വാസമാണ്. ഒന്നിനും വിശ്വാസമില്ലാത്തൊരു പാർട്ടിയാണ്, പക്ഷേ എന്നെ വിശ്വാസം, അതിൽ വിശ്വസിക്കുന്നതിന് കാര്യമുണ്ട്. കാരണം അവരുടെ ജീവിതത്തിലെ കുറേ നടക്കാത്ത കാര്യങ്ങൾ ഞാൻ ഭദ്രകാളിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു. നല്ല കാര്യങ്ങൾ ക്ഷേത്രത്തിലൊക്കെ നടന്നിട്ടുണ്ട്, ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് അവർ എന്താണെങ്കിലും എന്നോട് ചോദിച്ചാൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള വിശ്വാസം, അനുഭവം ഉണ്ടായതിനുള്ളൊരു വിശ്വാസം, അല്ലാതെ പുള്ളി അങ്ങനെ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കണ്ടു, ആ വണ്ടി എനിക്ക് എടുക്കണം. അതിനെന്നാന്ന് വെച്ചാൽ ഒരു പരിഹാരം പറഞ്ഞു തന്നാൽ മതി, സമയം ശരിയല്ലെങ്കിൽ. ഞാൻ പറഞ്ഞു കൊടുത്തു. ഒന്ന്, ഒരു തൊണ്ടുള്ള തേങ്ങ എടുക്കുക. ആ തേങ്ങ താങ്കൾ തന്നെ കൈകൊണ്ട് പൊതിച്ച് ശനിയാഴ്ച രാവിലെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞു. പിന്നീട് പുള്ളി എന്നെ കാണാൻ വന്നു. ഓട്ടമില്ല എന്ന് പറഞ്ഞു. ഇവിടെ അല്ല, എന്നെ വഴി വെച്ച കാണും. കാരണം അവിടെ അടുത്ത് കുറേ അടുത്ത് ഉള്ളവരാണ്. അപ്പം വഴി വെച്ച് കണ്ടപ്പം പറഞ്ഞു ഓട്ടമില്ല, വലിയ ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു കൊടുത്തത്, അതായത് ഒരു തൊണ്ടുള്ള തേങ്ങ എടുക്കുക. ആ തേങ്ങയുടെ തൊണ്ട്
നമ്മൾ തന്നെ പൊതിക്കണം. ആ തേങ്ങ കയ്യിൽ പിടിച്ച് ആ ശനിയാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആ വാഹനത്തിന് വലത്തോട്ട് 11 ഒഴിയുക. ഒഴിഞ്ഞ മിണ്ടാപുരിയാടാതെ ഒഴുക്കുവെള്ളത്തിൽ കൊണ്ട് കളയുക. ഒഴുക്കുള്ള വെള്ളത്തിലായിരിക്കണം. ഇത് ചെയ്യാൻ പറഞ്ഞു. ഒന്നത്. 2, വെള്ളിയാഴ്ചകൾ തോറും ഭദ്രകാളി അമ്മയ്ക്ക് കുങ്കുമാർച്ചന ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ കുറേ മുമ്പാണ്. പക്ഷെ ഇന്ന് ഞാൻ അവരെ വഴി വെച്ച് കണ്ടപ്പം എന്നോട് പറഞ്ഞു വണ്ടിക്ക് നല്ല ഓട്ടമുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞായിരുന്നു ഓട്ടം ഉണ്ടെന്നുള്ള കാര്യം. അവർ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു വണ്ടിക്ക് നല്ല ഓട്ടമുണ്ടെന്ന് പറഞ്ഞു. അതായത് ഓടാതിരുന്ന തടസ്സപ്പെട്ട് കിടന്ന ആ വണ്ടി ഇന്ന് അത് ഓടി നല്ല രീതിയിൽ അവർ കാശുണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, കുങ്കുമാർച്ചന മുടക്കരുത്. ഇതെൻ്റെ കഴിവോ ഒന്നുമല്ല, അവരുടെ കഴിവും അല്ല, ഇത് ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹമാണ്. ഇത് നമ്മുടെ കഴിവാണെന്ന് എപ്പം നമുക്ക് തോന്നുന്നു അന്ന് മുതൽ തുടങ്ങി നമ്മുടെ ഒരു വളർച്ച മുരടിക്കുന്നത്. നമ്മുടെ കഴിവാന്ന് തോന്നിയാൽ തീർന്നു അവിടെ. ഇത് ഭദ്രകാളിയമ്മയുടെ കഴിവാണ്, അനുഗ്രഹമാണ്. അമ്മയ്ക്ക് നന്ദി പറയുക. അപ്പം ഞാൻ പറഞ്ഞു ഭദ്രകാളി അമ്മയ്ക്ക് വെള്ളിയാഴ്ച ചെയ്യേണ്ട കുങ്കുമാർച്ചന മുടക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് 10-20 രൂപയൊക്കെ ആകത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കഴിവുകൊണ്ടാണ് ഈ സംഭവിക്കുന്നില്ലാന്ന്. അപ്പം വിചാരിക്കും അമ്പലത്തിൽ പോകണ്ട അല്ലെങ്കിൽ ചെയ്യണ്ട എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അവിടെ തീർന്നു. അപ്പം അത് പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച കുങ്കുമാർച്ചന മുടക്കരുത്. ഒരു കുടുംബവും രക്ഷപ്പെട്ട് ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ. അല്ല ചുമ്മാ ഒരു കാര്യം പറയുമോ, ആ പരിപാടിയൊന്നും എനിക്കില്ല. കൃത്യമായി ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. പങ്കുവെക്കാത്ത എത്രയോ അനുഭവങ്ങളുണ്ട്. ഇപ്പം എല്ലാം നമുക്ക് വീഡിയോയിൽ പങ്കുവെക്കാൻ പറ്റത്തില്ല. എത്രയോ അനുഭവങ്ങൾ, എത്രയോ 10,000-കണക്കിന് എത്രയോ ജീവിതങ്ങൾ. ഇതൊക്കെ കൃത്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലോ ഒന്നുമല്ല. നമുക്ക് വേണ്ടത് എന്താണോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ മാറ്റത്തിന് വേണ്ടത് എന്താണോ അത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്. വേറെ ഒരാൾ ഇന്നലെ എന്നോട് ചോദിച്ചു, കാണാൻ വന്നിട്ട് പുള്ളി ചോദിച്ചു. നേരത്തെ ഞാൻ കൺസൾട്ടിങ് ഇല്ല, പിന്നെ അവരൊക്കെ അടുത്തുള്ളവരും നമ്മുടെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും എപ്പോഴും. കൺസൾട്ടിങ് അപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളി ഒരു അത്യാവശ്യമായിട്ട് വന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഏത് ഫീൽഡിൽ പോയാലാണ് രക്ഷപ്പെടുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ധനുരാശിയിൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ ചില കാര്യങ്ങളുണ്ട്. അത് നോക്കി പറയേണ്ട കാര്യമോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന തൊഴിലാണ് ഇദ്ദേഹത്തിന് നല്ലത്. ഇദ്ദേഹം 2 തൊഴിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ തൊഴിൽ തന്നെയാണ്, 2 വേറൊരു തൊഴിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ രണ്ടാമത്തെ തൊഴിൽ ഒന്നും ഒരു വരുമാനമില്ല. ഈ ആദ്യം ഇപ്പം ഞാൻ പറഞ്ഞ ഒരു തൊഴിൽ അത് അദ്ദേഹത്തിന് വരുമാനമുള്ളൂ. അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു ഏത് തൊഴിൽ കൂടുതൽ. ഇദ്ദേഹത്തിന് മറ്റേ രണ്ടാമത്തെ തൊഴിലിനോടാണ് താല്പര്യം കൂടുതൽ. ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിരേഖയുടെ അവസാന ഭാഗം രേഖയിൽ കുറുകെ ഒരു ശാഖയുണ്ട്. അപ്പം അങ്ങനെ ശാഖയുള്ളവർക്ക് 1 തൊഴിൽ തടസ്സം, 2 അവർക്ക് ആവശ്യമുള്ള കാര്യമായിരിക്കത്തില്ല അവർ കൂടുതൽ സമയം ചെയ്യുന്നത്. അവർക്ക് ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും കൂടുതൽ സമയം ചെയ്യുന്നത്. അതുതന്നെയാണ് അവരുടെ പരാജയത്തിൻ്റെ ഒരു കാര്യവും. എന്ന് വെച്ചാൽ അവർക്ക് എന്ത് വേണോ, ഏത് ഏരിയയിൽ ശ്രദ്ധിക്കണോ ആ ഏരിയയിലല്ല ശ്രദ്ധിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറകെ നടക്കും. നമ്മുടെ താല്പര്യം വേറെ, നമ്മളുടെ കഴിവ് വേറെ. നമ്മളുമായിട്ട് ഇണങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ നമ്മളുമായിട്ട് ഇണങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗുണമുണ്ടാകുന്നത്. നമുക്ക് പറ്റാത്ത ഒരു കാര്യം നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ തൊഴിലിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല, ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ താല്പര്യം വേറെ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വേറെ, രണ്ടും രണ്ടാണ്. താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു തൊഴിലുമുണ്ട്. അത് കുറേ ഇദ്ദേഹം അതിനുവേണ്ടി സമയം ചെലവഴിച്ചു, പഠിച്ചു, പാസ്സായി ഒക്കെ. പക്ഷേ ഇദ്ദേഹത്തിന് ഇണങ്ങിക്കിടക്കുന്ന ഒരു തൊഴിലുണ്ട്. ഞാൻ പറഞ്ഞു ആ തൊഴിൽ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ഇന്നലെയോടുകൂടി തന്നെ അദ്ദേഹത്തിന് മറ്റേ തൊഴിലിലുള്ള എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിച്ചു. ഞാനാ പറഞ്ഞ തൊഴിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്നലെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേ വർക്ക് കിട്ടി. അതെന്നോട് പറഞ്ഞു. വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി, എനിക്ക് യാതൊരു സംശയമില്ല, മാറി, ഇന്നലെ കൊണ്ട് മാറി. കാരണം ഏത് വഴിയെ പോകണം എന്ന് ഒരാൾ തീരുമാനിക്കുന്നത്, ഉറപ്പിക്കുന്നത് അയാളുടെ ജീവിതം മാറുന്ന ഒരു സമയമാണ്. ശരിയായ ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു.
അതിന് ഈശ്വരാധീനം വേണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് വഴിപാട് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തായിരുന്നു. കൃഷ്ണൻ്റെ മന്ത്രം പറഞ്ഞു കൊടുത്തു, കൃഷ്ണൻ്റെ നീലവിഗ്രഹത്തിന് മുന്നിലുള്ള വിദ്യ പറഞ്ഞു കൊടുത്തു, പിന്നെ ഒരു കൃഷ്ണക്ഷേത്രത്തിൽ അന്നദാനം ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം അദ്ദേഹം ചെയ്തപ്പോഴാണ് ബുദ്ധി തെളിഞ്ഞത്. ഇനി അദ്ദേഹം ജീവിതത്തിൽ പുറകോട്ട് പോകത്തില്ല. ഒറ്റ കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് വലിയ ധനവാനാകാൻ പറ്റും. എനിക്ക് അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ മേഖല എന്താണ്. അത് ഫുള്ള് അദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞ ആ കൃഷ്ണൻ്റെ വിദ്യകളെല്ലാം ചെയ്യുന്നുണ്ട്, കൃഷ്ണൻ്റെയും ഭദ്രകാളിയുടെയും. ഇനി അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല. ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നത് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോഴാണ്, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഏറിയ പങ്കും ആൾക്കാർ പലപ്പോഴും സമയം ചെലവഴിക്കുന്ന ഒരു കാര്യമില്ലാത്തതിൻ്റെ പുറകെയാണ്. നമുക്ക് വേണ്ടാത്ത ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളുടെ പുറകെയാണ് കൂടുതൽ പലരും സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യത്തിന് കൈ പൈസ കാണത്തില്ല. അപ്പം കഴിവുള്ള ഏരിയയിൽ അത് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനൊരു ഈശ്വരാധീനം കൂടെ വേണം, ബുദ്ധി തെളിയാൻ. ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധിരേഖയിൽ അവസാന ഭാഗം കുറുകെ ഒരു രേഖ വന്നാൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് വേണ്ട കാര്യത്തിൽ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതൊക്കെ ഇപ്പം അയാൾക്ക് ചിലപ്പോൾ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് അയാൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അയാൾക്ക് അതിൽ കഴിവുണ്ടെങ്കിൽ ആ സമയത്ത് അയാൾക്ക് തോന്നും ലോട്ടറി എടുത്ത് വിറ്റാലോ എന്ന്. ഈ കഴിവുള്ള മേഖല വിട്ടിട്ടായിരിക്കും വേറൊരു മേഖലയിൽ പോകുന്നത്. ഇതൊക്കെ ഒരു ദൈവാധീനം ഇല്ലാത്തതുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവനവന് വേണ്ട അതിൽ ഉറച്ചു നിൽക്കാനും അത് ചെയ്യാൻ പറ്റുന്നതും അത് ശരിയായിട്ട് ചെയ്ത് അത് ശ്രദ്ധിക്കാൻ പറ്റുന്നതും ദൈവാധീനം എന്നൊരു ഘടകമുണ്ട്, ഈശ്വരാധീനം എന്നൊരു ഘടകമുണ്ട് എല്ലാത്തിനും. അപ്പോൾ അത് ഭഗവാൻ കൃഷ്ണൻ്റെയും ഭദ്രകാളിയമ്മയുടെയും ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടു. അതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്. ഒരാളുടെ ജീവിതം മാറുക വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം.